കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാന അവരിരുപേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. രാമൻകുട്ടിയേ, എന്താ ഗൗരി? തെക്കേടത്തെ രാമൻകുട്ടിയേ, വീട്ടുപേരറിഞ്ഞൂടാത്ത ഗൗരി, ഇതെന്തിനാ ഇങ്ങനെ ഒഴുക്കണേ? സങ്കടം വന്നിട്ടാ. കണ്ണീരൊഴുക്കണ കാര്യല്ല, ഈ വെളുക്കെന്തിനാ ഒഴുക്കണേന്ന് പറഞ്ഞാ നീ വിശ്വസിക്കില്ല. പറഞ്ഞാലേ വിശ്വസിക്കൂ. എന്റെ തറവാട്ടിലുണ്ടല്ലോ പെണ്ണുങ്ങള് വാഴത്തില്ല. അതെങ്ങനാ? 108 വയസ്സുള്ള കിളവൻ പെണ്ണുങ്ങളെ കാണാത്ത പോലെ കണ്ണും തള്ളി ഇങ്ങനെ ഇരുന്ന ഏത് പെണ്ണ് വന്ന് വാഴാനാ? സത്യം പറ, അത് നിങ്ങളുടെ ആരാ? പറഞ്ഞു വരുമ്പോ അതെന്റെ ഒരു അപ്പൂപ്പനായിട്ട് വരും. അപ്പൊ പറയാതെ വന്നാലോ? അത് സർപ്രൈസ്. പിന്നെ പാട്ട് പാടുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഒന്നാം മല കയറി പോയപ്പോ. അയാള് തന്നെ. അവിടെ നിന്ന് തലയും കുത്തി വീണില്ലേ? ഓ, അപ്പൊ അയാളും പോയി. ഗൗരി, പണ്ട് നീ എന്റെ അടുത്ത് വരുമ്പോ നല്ല മുല്ലപ്പൂവിന്റെ മണമായിരുന്നു. ഇപ്പോഴോ നല്ല കോടാലി തൈലത്തിന്റെ മണം. ഒഴിക്കത് മതി. നിങ്ങളൊന്ന് എണീറ്റേ. അത് നീ എണീക്ക്. നിങ്ങൾ എഴുന്നേറ്റേ. നീ എഴുന്നേക്കാൻ. ഇവിടെ കിടന്നും വടി എന്തേ? അയ്യോ, ഞാൻ എണീറ്റോളാം. അതിനല്ല, എനിക്ക് കൊത്തി എഴുന്നേക്കാനാ. എന്നെയും പിടിച്ചൊന്ന് എഴുന്നേപ്പിക്ക്. നീ ഇപ്പഴും ഇവിടെ ഇരിക്കണോ? വീട്ടിൽ പോവണ്ടേ? വയസ്സാം കാലത്ത്. ഗൗരി, രാമൻകുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, ഇത്രയും പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രണയം കാത്തു സൂക്ഷിക്കുന്നതിന്. അയ്യോ, ഇത് പ്രളയൊന്നുമല്ല. പിന്നെ ഇത് ഞങ്ങളുടെ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളികയാ. എന്റെ ഗുളിക അവളുടെ അടുത്തും അവളുടെ ഗുളിക എന്റെ അടുത്തും. കഴിക്കാൻ നേരത്തെ ഒരാളെങ്കിലും ഓർക്കുമല്ലോ. ഓ, അങ്ങനെ. അല്ല, ശരിക്കും നിങ്ങൾ ആരാ? ക്യാരക്ടറാണ്. മറ്റേ കല്യാണരാമനിലെ ദിലീപും നവ്യ നായരും. ആഹാ, അതായിരുന്നോ? അച്ഛോ, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ടൂവിലെ കമലഹാസനും ഇത് ഔവൈ ഷൺമുഖിയായിട്ടല്ലേ തോന്നിയാ? മേക്കപ്പ് കഴിയുമ്പോ ഞങ്ങൾക്ക് തോന്നി, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ പഠിച്ച സ്കിറ്റ് കല്യാണരാമന്റെ ആയതുകൊണ്ട് അത് കളിച്ചു. എന്റെ ബിബിൻ ചേട്ടൻ ശരിക്കും എന്താ സംഭവിച്ചെന്നറിയോ? ആയിരിക്കും, പക്ഷെ മേക്കപ്പ് ചെയ്തിപ്പോ ബിബിൻ ചേട്ടനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സഹായം ചെയ്തു തരാം. എന്തോ? ആ മേക്കപ്പ് ആറിന്റെ ചേട്ടനോട് ഞാൻ പറയാം, ഇതിങ്ങനെ ഇതാക്കിയതിന് ഇത് വേണ്ട. അല്ലല്ല, ഞാൻ സംസാരിക്കാം. ഈ ചേച്ചി ഒന്നും പോയി പറയാം. കുഴപ്പമില്ലടാ, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നില്ല. ഞാൻ നൈസായിട്ട് പുള്ളിക്കാരന്റെ അടുത്ത് ചോദിക്കാം എന്തിനാ ഇങ്ങനെ ചെയ്തത്. പഠിച്ചോണ്ട് വന്ന സ്കിറ്റ് വേറെ അല്ലേ? അതല്ലെന്ന്. എടാ, കുഴപ്പമില്ലെന്ന്. കാണാൻ കൊള്ളാത്ത ചേച്ചിയെ മേക്കപ്പ് ചെയ്ത് ഇത്ര സുന്ദരിയാക്കിയില്ലേ? അപ്പൊ ചേച്ചി ചോദിക്കുന്നത് മോശമാണ്. ഞങ്ങൾ അതാടാ, എനിക്ക് തന്നെ വെച്ചു. ബാക്കി കളിക്കേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇന്ത്യൻ കമലഹാസനും നീ ഔവൈ ഷൺമുഖി. സ്കിറ്റ് മാറിപ്പോയി. കല്യാണരാമന്. ഗൗരി, പറ രാമൻകുട്ടി. നിന്റെ ഫോണിലൊരു മെസ്സേജ് വന്നല്ലോ, ആരടി അത്? ആര് മെസ്സേജ് അയക്കാനാ? എടുത്ത് വായിക്കങ്ങോട്ട്. മനുഷ്യന് കണ്ണും കാണുന്നില്ല. എവിടെയായ ഇപ്പം ഒന്ന് വിളിക്കാറ് കൂടിയില്ലല്ലോ. വിളിക്കാറില്ലെന്ന് ആരടി അത്? എനിക്കറിയത്തില്ല. നമ്പർ മാറി വന്നതായിരിക്കും. അപ്പൊ നമ്പർ മാറിയതായിരിക്കും. വീണ്ടും മെസ്സേജ് വന്നല്ല, എടുത്ത് വായിക്കടി. മുത്തേ, ഒന്ന് കാണാൻ കൊതിയാകുന്നു. മുത്തേ, കാണാ കൊതിയാവുന്ന ആരടി ആ കൊതിയ നിന്നെ കാണാ കൊതിച്ചിരിക്കുന്നവൻ? എനിക്കറിയത്തില്ല എന്റെ മനുഷ്യ. നിനക്കറിയാ, ഈ പ്രാവശ്യം നമ്പർ മാറി വന്നല്ല. നീ എന്നെ ചതിക്കുവായിരുന്നല്ലേ? ഞാൻ നിങ്ങളെ ചതിക്കത്തില്ല മനുഷ്യ. അടുത്ത മെസ്സേജ് വായിക്കടി. ഞാൻ വായിക്കാം. വായിക്ക്. മുത്തേ, ഒരു ഉമ്മ തരുമോ? ഉമ്മ തരുവോന്നോ? ആരടി നിന്നോട് ഉമ്മ ചോദിച്ചേ? അയ്യോ, എനിക്കൊന്നും അറിയില്ല എന്റെ പൊന്നു മനുഷ്യ. നിനക്കറിയാം ആരടി അത്? അയ്യോ, എനിക്കറിയത്തില്ല. ആരടി? അയ്യോ, എന്നെ അടിക്കല്ല മനുഷ്യ. കണ്ടത്തെ പാടിത്തരൊക്കെ കാണിച്ചു വെച്ചിട്ട് അടിക്കല്ലെന്നാ. നിർത്ത്. ഇതാരുടെ ഫോണാന്നാ പറഞ്ഞ്?
നിന്റെ ഫോൺ. എന്നാൽ ഇതെന്റെ ഫോണല്ല, പിന്നെ ഇത് നിങ്ങളുടെ ഫോണാ. എന്റെ ഫോണാ. ദൈവങ്ങളെ ചതിച്ചല്ലേ എന്റെ ഫോൺ. പറ പറ, ഏതവളാ നിങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ചത്? എനിക്കറിഞ്ഞൂടി. ഏതവളാ നിങ്ങളെ കാണാൻ ഇത്രയും കൊതിയുള്ള കൊതിച്ചി? നമ്പർ മാറി വന്നായിരിക്കുമല്ലേ. ഏതവളാ നിങ്ങളോട് ഉമ്മ ചോദിച്ചത്? അതും എനിക്കറിഞ്ഞൂടി. നിങ്ങൾ എന്നെ അടിച്ചിട്ടും ഞാൻ തിരിച്ചടിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. നിങ്ങളുടെ തറവാട്ടില് പെണ്ണുങ്ങള് വാഴാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാ? നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് നിങ്ങളെ തറവാട്ടില് പെണ്ണുങ്ങള് വാഴാത്തത്. ഗൗരി പോടേ രാമൻകുട്ടി. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളിലവരും